അതുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം നബി തങ്ങൾ വന്നു. സഅദ് റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. പുറത്ത് വന്നിട്ട് നബി തങ്ങൾ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ കയറേണ്ടത്. സലാം പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു സലാം കേട്ടു, പതുക്കെ മടക്കി വലൈക്കും സലാം. മകൻ പറയുന്നുണ്ട്, ഖൈസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ബാപ്പാ നബി തങ്ങൾ സലാം പറഞ്ഞു, വാതിൽ തുറന്നു കൊടുക്കി. മുണ്ടല്ലേ മോനെ മുണ്ടല്ലേ, നബി തങ്ങൾ ഇനിയും സലാം പറയട്ടെ. എത്ര സലാം പറയുന്നോ അത്രയും ബർക്കത്ത് നമുക്ക് തോനെ കിട്ടും. രണ്ടാമതും പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോഴും സഅദ് അവർകൾ പതുക്കെ മടക്കി. മൂന്നാമതും പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഅദ് എന്നവർ പതുക്കെ മടക്കി. 3 പ്രാവശ്യമാണല്ലോ സമ്മതം ചോദിക്കേണ്ടത്. പിന്നെ ഒരു വിഷയവും കിട്ടുന്നില്ലെങ്കിൽ മടങ്ങിപ്പോകണമല്ലോ. തങ്ങളങ്ങ് തിരിച്ചു പോകാൻ നേരത്ത് സഅദ് അവർകൾ കതക് തുറന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വീട്ടിലുണ്ട്, സലാം ഞാൻ കേട്ടിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചു തങ്ങൾ ഇനിയും പറഞ്ഞാൽ എനിക്കെത്ര വലിയ ബറക്കത്താണ്, എനിക്കെത്ര വലിയ ഖൈറാണ്. അതുകൊണ്ടല്ലേ യഹൂദികളടക്കം തുമ്മുന്ന നേരത്ത് നബി തങ്ങൾ അടുത്ത് വന്നിട്ട് ഒറ്റ തുമ്മൽ തുമ്മും, എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തിന്? ഇർഹമുക്കല്ലാഹ് ദുആ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ദുആ കിട്ടിയ വലിയ കിട്ടലല്ലേ. അപ്പൊ നബി തങ്ങൾ പറയും യഹ്ദിക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. നിങ്ങൾക്ക് വേഗം കിട്ടേണ്ട ഹിദായത്താണ്. ഹിദായത്ത് കിട്ടിയിട്ടല്ലേ റഹ്മത്തൊക്കെ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന്. അടുത്ത് വന്ന് തുമ്മുമ്പോ പിന്നെ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ മറുപടി പറയണ്ടേ? മറുപടി എന്താ പറയുക? ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ബർക്കത്ത് കിട്ടും. അതിനു വേണ്ടി വന്നതാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് സ്വലാത്ത് അധികരിപ്പിക്കണം. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും മലക്കുകളുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും മലക്കുകൾ പേപ്പറുമായി നടക്കുന്നുണ്ട്, വെള്ള പേപ്പറുമായി നടക്കുന്നുണ്ട്. അധികം ചൊല്ലുന്നവരെ പേരെഴുതാനാണ്. നമ്മളെ പേരൊക്കെ ഏതെങ്കിലും വെള്ളിയാഴ്ച അതിൽ കുടുങ്ങിയിട്ടുണ്ടാകുമോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇഷ്ടം പോലെ ഉണ്ടാകട്ടോ. നല്ലോണം സ്വലാത്തില്ലുന്ന നല്ല ഇഖ്ലാസുള്ള ഉപ്പമാരും ഉമ്മമാരും ഇന്നുണ്ട്, ഒരുപാടുണ്ട്. 10,000 സ്വലാത്ത് ഓരോ വെള്ളിയാഴ്ച രാവിലും ചൊല്ലുന്നവരുണ്ട്. അവർക്കൊക്കെ എന്തൊരു അഭിമാനം. നമ്മൾ വിചാരിക്കും ഉസ്താദ് ഏതൊക്കെ പെട്ടെന്നും കൊണ്ട് ഫലം കിട്ടണ്ടേ. നമ്മൾ അതിൻ്റെ ആൾക്കാരല്ല. പെട്ടെന്നാണല്ലേ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. കിട്ടുന്ന ഫലം ചെറുതല്ല. നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്തില്ലാലും ആ സ്വലാത്ത് എനിക്ക് എത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ വെച്ച് ചൊല്ലിയാലും വെള്ളിയാഴ്ച രാവിലും പകലിലുമുള്ള മലക്കുകൾ അധികം ചൊല്ലുന്നവരെ പേരെഴുതുകയാണ്. ആ ലിസ്റ്റ് നേരത്തെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഹുജ്റത്തു ഷരീഫയിലേക്ക്. തങ്ങളതിങ്ങനെ വായിക്കുമ്പോ സന്തോഷം കൊണ്ട് ദുആ ചെയ്യുന്നു, ബറക്കത്തിന് റഹ്മത്തിന് ദുആ ചെയ്യുന്നു, മഗ്ഫിറത്തിന് ദുആ ചെയ്യുന്നു. ഹുബ്ബ്, സ്വലാത്ത് ഹുബ്ബിന്റെ അടയാളമാണ്. സ്വലാത്ത് അധികരിപ്പിക്കുന്നത് ഹുബ്ബിന്റെ വലിയ അടയാളമാണ്. സ്വലാത്ത് അധികരിപ്പിക്കുന്നത് ശഫാഅത്തിന് കാരണമാണ്. സ്വലാത്ത് അധികരിപ്പിക്കുന്നത് ആഖിറത്തിന് പരിചയം കിട്ടാൻ കാരണമാണ്. ഞാനും നിങ്ങളൊക്കെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ കാലത്ത് ജീവിക്കാത്ത നമ്മുടെ മുൻഗാമികൾപ്പെട്ട ഉമ്മമാരുപ്പമാര്, സ്വന്തം പേരല്ലാത്ത മറ്റൊന്നും എഴുതാൻ അറിയാത്ത ആളുകൾ, അവർക്ക് മുന്നോട്ട് പോകുമ്പോ നമ്മളവിടെ വിലപിക്കരുത്. അല്ലല്ലാ എനിക്കതിന് ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പറയരുത്. നോക്കുന്ന നേരത്തെ അവരെ നബി തങ്ങൾ വിളിക്കുന്നു, വരൂ, നിങ്ങളല്ലേ എനിക്കെന്നും 1000 സ്വലാത്ത് ചൊല്ലിയവർ, ഓരോ വെള്ളിയാഴ്ചയും അതിനു വേണ്ടി തപസ്സിരുന്നവർ, ഓരോ വെള്ളിയാഴ്ച രാവും അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നവർ, റബീഉൽ അവ്വലും മറ്റും കണക്കാക്കാതെ എന്നും ചൊല്ലിയ ആളല്ലേ നിങ്ങൾ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ അടുത്തേക്ക് വരൂ. അടുത്തേക്ക് അവരെ വിളിക്കുമ്പോ നമ്മൾ പുറത്താക്കപ്പെടുന്നവരാകരുത്, പുറം തള്ളപ്പെടുന്നവരാകരുത്. സ്വലാത്ത് ഹുബ്ബിന്റെ അടയാളമാണ്. സ്വലാത്ത് സ്വീകാര്യതയുടെ അടയാളമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുത്ത് നിൽക്കാൻ സ്വലാത്ത് കൊണ്ട് കഴിയും.